ഞങ്ങളുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്നാണോ അച്ഛൻ വിചാരിക്കുന്നത്? ഇത്രയൊക്കെ കൺമുമ്പിൽ കണ്ടിട്ടും നിനക്കത് ഇനിയും ബോധ്യമായില്ലേ? അച്ഛനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛാ, ലൈസൻസ് മനഃപൂർവ്വം പുതുക്കാതെ ആ മാനേജർ നമ്മളെ ചതിച്ചതാ. കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോഴും പുതുക്കാൻ കൊടുത്തിട്ടുണ്ടെന്നാ അയാൾ എന്നോട് പറഞ്ഞത്. അനുവേട്ട അതിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി കൊടുത്തതുവാ. എന്നിട്ടാണോ ഞാനിപ്പോ ഇതിനകത്ത് കിടക്കുന്നത്? ചതിച്ചതാരാണെന്നോ ഞാൻ പിന്നീട് അന്വേഷിച്ചോളാം. ആദ്യം ഇതിനകത്തൊന്നൊന്ന് പുറത്തിറങ്ങട്ടെ. ഇവിടുന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അത് തന്നെ അവന്തികയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള കടലാസുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ലോക്കപ്പിനകത്ത് പോലീസുകാർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം. എനിക്കൊരു പരാതിയില്ല. ഇതിനകത്ത് കിടന്ന് അനുഭവിച്ചതൊക്കെ എന്റെ വിധി. ഞാൻ അങ്ങനെ കരുതിക്കോളാം. എന്താ അനിയ, ലോക്കപ്പിൽ കിടക്കുന്ന അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാവോ? മിസ്റ്റർ ഡിവൈഎസ്പി, അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ലോക്കപ്പിൽ വെച്ച് നിങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചോ? വക്കീലേ, പോലീസ് സ്റ്റേഷൻ എന്റെ സാമ്രാജ്യം. ഇവിടെ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അധികം വിളച്ചിൽ ഇങ്ങോട്ട് ഇറക്കല്ലേ. ഹൈക്കോടതിയിൽ പോയാലും ഇയാൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ഇവിടത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ചിലപ്പോ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വാങ്ങിയെന്നും വരാം. അച്ഛൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അധിക ദിവസമൊന്നും അച്ഛന് ജയിലിനുള്ളിൽ കിടത്താൻ സാറിന് കഴിയില്ല. പിന്നെ പ്രതിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ലേ? ലൈസൻസ് ഇല്ലാത്ത കമ്പനി നിയമവിരുദ്ധമായി പ്രവർത്തിപ്പിച്ച് 4 പേരെ കൊന്നിട്ട് നിന്ന് വർത്താനം പറയുന്നു. എത്ര വട്ടം ഞങ്ങൾ പറഞ്ഞതാണ് സാർ, അതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന്. ഏത് ഫാക്ടറിയിലെ സാർ അപകടം ഉണ്ടാവാത്തത്? കമ്പനിയുടെ ലൈസൻസ് പുതുക്കാൻ മാനേജറെ ഏൽപ്പിച്ചിരുന്നതാണ്. പക്ഷെ അയാൾ അത് സമയത്തിന് പുതുക്കിയില്ല. അതിന്റെ പേരിൽ അച്ഛനെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. അധികം തിളക്കല്ലേ നീ. ഇയാളുടെ മകനല്ലേ നീ. പ്രതിപട്ടികയിൽ നിന്റെ പേരും കൂടി ചേർത്ത് നിന്നെയും ഇതിനകത്ത് തള്ളാൻ എനിക്കാരുടെ സമ്മതമൊന്നും വേണ്ട. വല്ലതും സംസാരിക്കാനുണ്ടെങ്കിലേ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോണം. മനസ്സിലായോ? പൊയ്ക്കോ. ഇനി എന്നെ കാണാൻ ആരും ഇങ്ങോട്ട് വരണ്ട. അച്ഛാ